എല്ലാ ജനങ്ങളെയും നിലവിൽ സമർപ്പിക്കുന്നു. ഈ ഒരു സമ്മേളനം ഏറ്റവും അനുഭവമായി തീരാൻ ഇടവരുത്തണമേ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഇവരെ പ്രതിദാനം ചെയ്യുന്ന മറ്റുള്ളവരെയും എല്ലാവരെയും ആശീർവദിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളെല്ലാവരുടെയും അമ്മയായിരുന്നു. ഞങ്ങളുടെ വാത്സല്യവും ഞങ്ങളുടെ എല്ലാവിധ ആശ്രയത്വവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ സർവേശ്വര എന്നേക്കും വിശ്വസിക്കും. ഈ പോലീസുകാരുടെ നടുവിലിരിക്കുക, കുറ്റത്തിലിരിക്കുക, പിന്നെ കേൾക്കുന്നത് ഈ കരച്ച പൊട്ടിക്കരച്ച് സഹിക്കാൻ പറ്റില്ല. ഈ കരച്ച ഏതൊക്കെ വശത്തേക്കാ പോണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നിങ്ങൾ ഈ കരച്ചിൽ പോകുന്നുണ്ട്, അയാളെ ക്ഷമിക്കുക. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളുടെ പറഞ്ഞ് മുമ്പിൽ കൂടി എന്തെങ്കിലും പുറകിൽ കൂടി എന്തെങ്കിലും കൊണ്ടുപോവാ. അപ്പൊ നോക്കുമ്പോ പുറകിൽ കൂടി പോയിട്ടില്ല. അപ്പോ ഈ നൈപുണ്യം അവിടുത്തെ കരച്ചിൽ കേട്ടു. അത് രാജനത്തിന്റെ കരച്ചിലായിരുന്നു, മനസ്സിലാവില്ല ആരായിരുന്നു. പിന്നീട് അവരുടെ മുഴുവൻ കരച്ചിലുകൾ നടന്നിട്ട് ഇവിടത്തോടെത്തി. അപ്പോഴും അവരിവിടെ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴവിടെ പുറത്തിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് പറഞ്ഞു, നിങ്ങളെ റിലീസ് ചെയ്തു. ഇതൊക്കെ തിരിച്ചു തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഒരു ക്രൈം ബ്രാഞ്ചിന്റെ SP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവർ അകത്തേക്ക് പോയത്. ACP ജയകുമാർ പുറത്താണ്. അദ്ദേഹം അകത്തേക്ക് മാർച്ച് ചെയ്ത് പോകുന്നത് കണ്ട ACP ജയകുമാർ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളാണ് നിരന്തരമായി എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. നോക്കൂ, ഞാനല്ല ഇത് നയിക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് പോയത് ക്രൈം ബ്രാഞ്ചിന്റെ SP ആണ്. അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അന്ന് മുകളിൽ നിന്ന് സർക്കാരിൽ നിന്നാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സർക്കാർ നിങ്ങൾക്കൊപ്പമല്ല. ഇവിടെ നടക്കുന്നത് കേരള സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. ACP എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോടൊന്ന് ചോദിക്കുകയാണ്, എറണാകുളത്തെ വൈദികരെ ചത്ത പട്ടിയെ പോലെ തൂക്കിക്കൊണ്ട് നടക്കുന്നത് ഈ സർക്കാരിന്റെ നയപരമായ തീരുമാനമാണോ എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. അതാണോ തീരുമാനം? അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് കുറെ ചാനലുകാരോട് പറഞ്ഞു. ഞാനൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പഴാ അവത മനസ്സിലായി. ഞങ്ങളത് പുറത്തു പറയും. പ്രിയപ്പെട്ട പോലീസുകാരെ, ഞങ്ങളൊന്ന് പറയാം, ഞങ്ങൾ പറയുന്നത് ചെയ്യും. ഞങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയാറുള്ളൂ. പക്ഷേ ഞങ്ങൾക്കൊന്നും രഹസ്യമില്ലാത്തോ എല്ലാം പരസ്യമായി പറയും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. ഒരു 3-5 ദിവസം മുമ്പ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയിൽ നിറഞ്ഞു നിന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ ACP ജയകുമാറും CIയും ഇപ്പൊ രാജരത്തെ പറഞ്ഞ ഈ അനൂപ് ചാക്കോ എന്ന് പറയുന്ന SI ഒക്കെയാണ് അവർ നിറഞ്ഞു നിന്നത്. എന്താ വാർത്ത അറിയാമോ? ഇവരിവിടെ നിന്ന് വയനാട്ടിൽ പോയി ബോച്ചയെ പിടിച്ച ടീമാണ്. അതും വെളുപ്പിന് അവരിവിടെ നിന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്ത് ഇതുപോലെ വയനാട്ടിലെ ബോച്ചയുടെ ഏതോ എസ്റ്റേറ്റ് പറഞ്ഞ് അവര് ബോച്ചയെ പിടിച്ച് അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ, പ്രിയപ്പെട്ട പോലീസുകാരാ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ അപ്പം പിടിച്ച ബോച്ചയല്ല, ഇതിനകത്ത് കിടക്കുന്ന 21 വൈദികർ. നിങ്ങൾ നീതിമാനെയാണ് പിടിച്ചത്. നീതിമാന്മാരെ നിങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നു. നോക്കൂ, നമ്മെ ചെറുപ്പത്തിൽ സ്വന്തം ജീവിതം ഉപേക്ഷിച്ച് സകലതും ഉപേക്ഷിച്ച് ദൈവവേലയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ വൈദികർ. അങ്ങനെ ദൈവവേലയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ കന്യാസ്ത്രീമാർ. ഇവരുടെ മേൽ സഹനം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ജയിക്കാനാവില്ല. പോലീസുകാരാ, ജയിക്കാനാവില്ല.
അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. സ്റ്റാൻസാമി ഓർമ്മയില്ലേ? ജയിലിൽ പോകുന്നതിന് 5 ദിവസം മുമ്പ് സ്റ്റാൻസാമി ഔദ്യോഗികമായി വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു, ഫാദർ സ്റ്റാൻസാമി, ഞാൻ ഏറെ താമസിയാതെ ജയിലിൽ അടയ്ക്കപ്പെടും, ജയിലിൽ കിടന്ന് മരിക്കുമെന്ന്. ധീരതയോടെ നടന്നെടുത്ത ധീരതയുടെ പര്യായങ്ങളായ വൈദികരെ കാണണമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ സഭകളിലെയും വൈദികരോടും മെത്രാന്മാരോടും പറയുക, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ നിങ്ങൾ വന്ന് കാണണം. നിങ്ങൾ തീട്ടൂരമാക്കി പേടിപ്പിക്കാൻ നോക്കിയില്ലേ? കന്യാസ്ത്രീമാര് പേടിച്ചു. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ മതി. വിശുദ്ധനായ ബിഷപ്പുമാർ ഈ ബിഷപ്പ് ഹൗസിൽ ഉണ്ടായിരുന്നു. അതിൽ വിശുദ്ധനായ ഒരു ബിഷപ്പിനെ, കരിയിൽ പിതാവിനെ, കർദിനാൾ ആലഞ്ചേരിയുടെ നിർദ്ദേശപ്രകാരം നൻഷോ കരിയിൽ പിതാവിന്റെ മുറിയിൽ വന്ന് കരിയിൽ പിതാവിനോട് കെഞ്ചി ഒരു രാജി ചോദിച്ചോണ്ട് പോയിട്ട് ദുർബലനായ മനുഷ്യൻ കരിയിൽ പിതാവ്. വലിയ ആരോഗ്യമൊന്നും കേട്ടോ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കാലിരിപ്പിന്റെ കരുത്ത് പറയുന്നു. ആ കരുത്തുമായി കരിയിൽ പിതാവ് രാജകരിയിൽ പോയി അവിടെ പോയി താമസിച്ചപ്പോ ആ മുഴുക്കലത്തിൽ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഒരു കൊല്ലം കരയുന്നതിന് മുമ്പ് കരിയിൽ പിതാവിനെ ആ നിലയിലാക്കിയ കർദിനാൾ ആലഞ്ചേരിയെ വൃത്തികെട്ട രീതിയിൽ ഇതാ ഇതിനകത്തേക്ക് വിളിച്ചു വരുത്തി പുറത്താക്കി. അത്രയ്ക്ക് കരുത. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ ഈ രാജനച്ഛന്റെ ഉടുപ്പ് വലിച്ചു കീറിയ ആ പോലീസുകാരനോടാ പറയാനുള്ളത്. നിങ്ങൾ ആരുടെയൊക്കെ നിർബന്ധത്തിന് വഴിയാണെങ്കിലും നിങ്ങൾ ഈ വൈദികരെ വ്യക്തിപരമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറ്റുന്ന സമയത്ത് ചെന്ന് അവരോട് മാപ്പ് ചോദിക്കണം കേട്ടോ. അവരോട് മാപ്പ് ചോദിക്കണം. ഒരു ഉപദേശമായി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ്. ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന്റെ രാജരച്ചന വീഡിയോ കണ്ട് വെറുതെ കരയാം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മനുഷ്യൻ ഒരു കാര്യമില്ലാതെ ഉടുപ്പ് വലിച്ചു അമ്മാനിക്കാൻ എന്താ നേട്ടം? ന്യായമാണ് അയാൾ ചെയ്യുന്നത്. ഞങ്ങള് ഈ സമയം മുഴുവനും പോലീസുകാരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഒരു പോലീസ് ഓഫീസർ ഞാനിതിലെ നടന്നു പോയപ്പോ എന്നോട് ചോദിച്ചു, ഇന്ന് രാവിലെ ഇത് സംഭവിച്ചതേ ഉള്ളൂ, ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഇത്രയും ആളുകൾ വരുന്നത് എന്ത്, പാതിരാത്രിയായിട്ട് ഒരു പോകാത്തത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും കൊടുക്കുന്നത് ആശയപരമായ ബോധ്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ സന്യസ്തരും ആശയപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി വന്നതാണ്. ഈ സന്യസ്തരോട് ചോദിച്ചു നോക്കി, അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആശയപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെ വരും. ഞങ്ങൾ ആരും ഞങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ ചവിട്ടാം, നിങ്ങൾക്ക് ഞങ്ങളെ ലാത്തിച്ചാർജ് ചെയ്യാം. ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിലെ CIയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലാത്തിച്ചാർജ് ചെയ്തോ, പറ്റുമെങ്കിൽ ലാത്തിച്ചാർജ് ചെയ്ത് ഓടിക്കും. അപ്പൊ ഇന്ന് രാവിലെ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു 10-15 ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ് ഇവിടെയും അവിടെയുമൊക്കെ. പ്രിയപ്പെട്ട ACP ജയകുമാർ സാർ, ഒരു കാര്യം പറയാമോ? നിങ്ങൾ എറണാകുളത്ത് നിങ്ങൾ പോലീസിന്റെ കയ്യിലുള്ള മുഴുവൻ ബാരിക്കേഡ് കൊണ്ടുവന്നാലും ഞങ്ങൾ വിചാരിച്ച ഒറ്റ സമയം ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണ്ട. പിന്നെ അതൊന്ന് സഹിച്ചതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിർബന്ധപൂർവം ഈ കഴിഞ്ഞ വർഷവും അതിനു മുമ്പും 16 തൊട്ട് 24 നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. വലിയ പ്രതിസന്ധികളുള്ള ഒരു അതിരൂപത, ഒരു മെത്രാൻ
ഇന്ത്യയിൽ. അതാണ് ഈ അതിരൂപതയുടെ ശരീരം. ആ പട്ടം കിട്ടിയ നവവൈദികരോട് ഇത് ശിവകുർബാനയല്ലാതെ മറ്റൊന്നും ചെല്ലില്ല എന്ന് ഇവർ നിയമവിരുദ്ധമായി എഴുതി മേടിച്ചു. നിങ്ങൾ ഇതിനെ നടക്കുമ്പോൾ നോക്കണം കേട്ടോ. ആ 24 പേരിൽ ഏതാണ്ട് 24 പേരും ഇന്ന് ഇവിടെ ഉണ്ട്. അതിൽ 2 പേർ പരിക്കേറ്റ ആശുപത്രിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരൊറ്റ ഒളിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊളിക്കും. എനിക്കറിയാം, കാരണം ഒളിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനുള്ള കരുത്തില്ലാന്നല്ല ചെയ്യാത്തത്. ഇന്ന് രാവിലെ ഞങ്ങൾ പോലീസുകാരോട് ചോദിച്ചു, ഈ പോലീസുകാരോട് നിർദ്ദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഉച്ചയ്ക്ക് അതിനകത്തിരിക്കുന്ന അച്ഛന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഈ വാദം തുറന്നതില്ല. ഈ ക്രിമിനൽ കൂലിയ അച്ഛന്മാർ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ടാപ്പ് വരെ കൂടി. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? അവർക്ക് എന്താണ് അധികാരം? അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ സാധിക്കുന്നവരെല്ലാവരും അകത്തുള്ള വൈദികരോട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളുടെ മുഖമൊന്ന് കാണാൻ, നിങ്ങളുടെ രൂപമൊന്ന് കാണാൻ വെമ്പൽ കൊണ്ടിട്ടാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനം കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ മദനിനടുത്തേക്ക് വരണം. അവർ വന്ന് നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ. എന്റെ പോലീസുകാര, നിങ്ങൾക്ക് ദയവുണ്ടെങ്കിൽ ആ വാതിലൊന്ന് തുറന്നു കൊടുക്കണം. ഇവർ പോയിട്ട് അവർക്ക് ക്ഷയിക്കാണ്ട് ഒരു ഹക്ക് കൊടുത്തിട്ട് തിരിച്ചു പോട്ടെ. അത്രയ്ക്കെങ്കിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ സാധിക്കുന്നവരെല്ലാവരും ഈ മതത്തിന്റെ മുകളിൽ കഴിയുന്നത് ഇന്നലെ അത്ഭുതപ്പെട്ടു പോയിട്ടോ. ചില സന്യസ്തർ ഈ മതത്തിൽ അറിയപ്പെട്ടു. നിങ്ങൾക്ക് വേറെ കാര്യം അറിയാം, ഇതിനകത്ത് വലിയ അത്ഭുതം. അതായത് കുറെ നാളുകളായി പ്ലാൻ ചെയ്യുന്നതാണ് ഈ 21 വൈദികർ നഗരത്തിലേത്. ഈ ഇതിനകത്തിരിക്കുന്ന ക്രിമിനൽ കുടിയേറ്റ അംഗങ്ങൾ ഈ ബിഷപ്പ് ഹൗസിൽ താമസിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സമയം ഇതിനകത്തിരിക്കുന്ന ക്രിമിനൽ കുടിയേറ്റ അംഗങ്ങൾ ഈ ബിഷപ്പ് ഹൗസിനകത്ത് താമസിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സമയം ആ ബിഷപ്പ് ഹൗസിനകത്ത് താമസിച്ചിട്ടുള്ളവരാണ് ഈ 21 പേർ. അപ്പൊ അവരെല്ലാം അകത്ത് കയറി ഞങ്ങൾക്ക് മെസ്സേജ് തന്നു, ഞങ്ങൾ അകത്തെത്തി, റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, അവിടെ നിന്ന് രാധാകൃഷ്ണൻ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു. പുറത്ത് 3 സെക്യൂരിറ്റിയാണ്, 3 പോലീസ് ഓഫീസർമാർ, അകത്തിക്കേണ്ട കൂലിയ മുഴുവൻ. അവരറിയുന്നത് ഈ വാട്സാപ്പിലെ ഫോട്ടോ കാണുന്നുണ്ട്. അവരറിയുന്നത് ഈ വാട്സാപ്പിലെ ഫോട്ടോ കാണുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരം നോക്കുമ്പോ ഈ ജോഷി പൊതുവെ സൈവം ബന്ധപ്പെട്ടൊക്കെ കൂടി ഇതിലെതിരെ അടക്കം വന്നിട്ട് പരതി നടക്കാൻ താഴെ തന്നെ തുറക്കോ ഇതിനൊക്കെ വന്നൊന്നും പിടുത്തില്ല, മനസ്സിലാക്കണില്ല എങ്ങനെ വന്നെന്ന്. ഒരു പിടുത്തില്ല. അവരിങ്ങനെ പരതി നടക്കി ഏതിനെ കയറി വന്നൊരു പിടുത്തില്ലാതെ നടക്കുക. ഒത്തിരി നാളുകൾ പണിയെടുത്ത് ബുദ്ധിമുട്ടി തന്നെയാണ് അവർ കയറിയത്. സമയം തീരുമാനിച്ചതല്ല. അവരങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. പുറത്തേക്കുള്ള സെക്യൂരിറ്റിക്കാര് അകത്ത് നിന്ന് ജോഷിപ്പുകളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ 10-25 അച്ഛന്മാർ അകത്ത് കയറിയിട്ട് സെക്യൂരിറ്റിക്കാർ പോയിട്ടില്ല സാർ. അവരെ വിളിക്കാത്ത അച്ഛന്മാർ ഇവരാകെ ഞെട്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് ഈ കൂലിയരെടുത്ത് പോലീസിന്റെ അടുത്ത് പറയാം, നിങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ പോലീസ് സന്നാഹത്തെയും വെച്ച് ഈ ബിഷപ്പ് ഹൗസ് പറഞ്ഞാൽ ഞങ്ങൾ കയറണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ കയറിയിരിക്കും. കാരണം അത് ഞങ്ങളുടെ തറവാടാണ്. ഇന്നലെ ഈ കുറേ അന്മാര അവിടെ നിന്ന് ഈ ഗേറ്റൊന്ന് പൊളിച്ചകത്ത് കയറാൻ നോക്കുകയാണ്. അപ്പൊ ഞാൻ അന്മാരുടെ അടുത്ത് കുറച്ച് പേരോട് പറഞ്ഞു, വെറുതെ ഇവിടെ കിടന്ന് വെള്ളമാകണ്ട, നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റിയ വേറെ സ്ഥലമുണ്ട്, അതിലേ പോയി കയറാം. നമ്മുടെ അച്ഛന്മാരെ DP അറസ്റ്റ് വഹിക്കാൻ കൊണ്ടുപോകാൻ നിങ്ങളെങ്ങനെ പോയി കൈ കൊടുത്താലോ പേടിച്ചിട്ടായിരിക്കും. ആ പറ്റിയ സമയം നോക്കിയിരുന്നതാ.
അറസ്റ്റ് വരിക്കാൻ കൊണ്ടുപോകും. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവര് ഇക്കണ്ട സകല കോപ്രായൊക്കെ കാണിച്ചാലും നമ്മൾക്ക് കേരളം വെച്ചാൽ നമുക്ക് കേരളം കൊണ്ടുപോകും. ഈ അച്ഛന്മാരെ അവര് കൊണ്ടുപോയി, അച്ഛന്മാരുടെ ആഗ്രഹമാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യണം. അവർ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയട്ടെ. ഇനി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പോലീസ് ജീപ്പിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ബിഷപ്പ് പാപ്ലാനിയോടാണ്. പ്രിയപ്പെട്ട ബിഷപ്പ് പാപ്ലാനി, നിങ്ങൾ ഇന്ന് വന്ന് ഈ അതിരൂപതയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം നിർവഹിച്ച കൃത്യം 21 വൈദികരെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് ആരെയും പിരിച്ചുവിടാം, പക്ഷേ നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രിയമുള്ളവരെ, സാധിക്കുന്നവരെല്ലാവരും ഇന്ന് വൈദികരെ കാണണം. കാണാൻ പറ്റിയില്ലെങ്കിൽ അവര് മദറിനടുത്തേക്ക് വരും. നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് അഭിവാദ്യം അർപ്പിക്കണം. എന്റെ സമയം 5 മിനിറ്റ് കൂടുതലെടുത്തു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. സിസ്റ്റേഴ്സ്, എന്റെ ആത്മാവായ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പരിശുദ്ധ കുർബാന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നമ്മുടെ അരമന എങ്ങനെയായിരുന്നത്, വളരെ വിശുദ്ധരായ പിതാക്കന്മാർ വസിച്ച സ്ഥലം എങ്ങനെയായിരുന്നു. നമ്മുടെ വിശുദ്ധരായ പിതാക്കന്മാർ വസിച്ച സ്ഥലം, അവിടെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അച്ഛന്മാർക്ക് കേട്ടിച്ചിടാം. രാവിലെ ചെല്ലുവാണെങ്കിൽ അവർ ചായ കുടിക്കുവാനായി അവരെ ക്ഷണിക്കുന്നു. ഉച്ച സമയത്താണ് ചെല്ലുന്നതെങ്കിൽ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഈ അരമന ഇന്ന് എങ്ങനെയാണ് ഇങ്ങനെയായത്? നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ വളരെ സമാധാനമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു ഗുണ്ടാ മനോഭാവമുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ആ കുടുംബ പശ്ചാത്തലം മുഴുവൻ മാറുകയാണ്. അപ്പോൾ ഇന്ന് ഈ അരമന ഇങ്ങനെ ഒരു ജയിൽ പുള്ളികൾക്ക് താമസിക്കുന്ന ഒരു ജയിലായി മാറണമെങ്കിൽ അതിൽ വസിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഒരു ക്രിമിനൽ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു തീർച്ചയായ ഒരു അഭിപ്രായം. 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ അരമനയുടെ ചാൻസലറായി ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ അരമനയും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു ജയിൽ പുള്ളി എങ്ങനെ അതിനെ കാണുന്നുവോ അതേ മനോഭാവത്തോടു കൂടി തന്നെയായിരിക്കും ഈ അരമനയെയും കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്രിമിനലായിരിക്കുന്ന ഈ നമ്മുടെ ചാൻസലറിനെയും അതിന് കൂടെയുള്ള കൂലിയെയും ഇന്ന് അവിടെ ഇരിക്കുന്നപ്പോൾ ഇതൊരു ജയിൽ പുള്ളിക്ക് ജയിൽവാസത്തിന് സാമസ്യമായ ഒരു സ്ഥലമായി മാറിയെങ്കിൽ ഈ സ്ഥലത്ത് അതിപരിപാലനമായ ഒരു പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും ഈ കൂലികൾ ഇവിടുന്ന് മാറിപ്പോകണം. അതിനെന്തായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ആ നീതി ലഭിക്കുന്നത് വരെ പോരാടണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, യേശു പഠിപ്പിച്ചിരുന്ന ഓരോ കാര്യങ്ങളും. യേശു പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു അവിടുന്ന് പിലാത്തോസ് ചോദിക്കുകയാണ്, ഞാൻ രാജാവാണ്, എനിക്ക് നിന്നെ വിധിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ യേശുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉന്നതത്തിൽ നിന്ന് നിനക്ക് അധികാരം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നിനക്ക് തന്നെ വിധിക്കാൻ സാധിക്കുന്നത്. ഈ അധികാരികൾക്ക് നമുക്കറിയാം എങ്ങനെയാണ് ഇവരൊക്കെ ഈ സിംഹാസനത്തിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നവർ നമുക്കെതിരെ ഇത്ര വലിയ തിട്ടൂരങ്ങൾ ഇറക്കി ഇത്രയും മോശമായ രീതിയിൽ നമ്മളെ ശിക്ഷിക്കുകയും യാതൊരു എന്താ പറയാ യാതൊരു വിധത്തിലുള്ള ദയയോ ദാക്ഷിണ്യമോ സ്നേഹമോ ഒന്നുമില്ലാതെ ഈ മക്കളെ, ഞങ്ങളുടെ വൈദികരെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തത് അവരറിയുന്നില്ല. യേശു വിചാരിച്ചാൽ ഇതൊക്കെ മാറും. പക്ഷെ അവർക്ക് അനുഭവമുള്ളതാണ് എങ്ങനെയാണ് മേജർ ഒരു നിമിഷം കണ്ട് ഒന്നുമല്ലാത്തൊരു വ്യക്തിയായി മാറിയത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ഈ മേലധ്യക്ഷന്മാർ, നമ്മുടെ സഭാ തലവന്മാർ നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ അതിൽ പരാജയപ്പെടാതെ, മനസ്സ് സങ്കടപ്പെടാതെ നമ്മൾ അവരോടൊപ്പം ഇതിനോടൊപ്പം കുറച്ചു നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ അമ്മമാരായ എന്റെ ഞാൻ പറയുകയാണ്, ഈ പുരോഹിതർ നമ്മളെ പോലെയുള്ള ഓരോ അമ്മമാരും മക്കളാണ്. അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും പുറത്തിറങ്ങി വന്ന് അഹോരാത്രം പരിശ്രമിച്ച് നീതി
വളരെ അവർക്ക് വേണ്ടി പോരാടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു. നാമകമായൊരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കഴിയുന്നത്ര പേര് ഇന്ന് ഇവിടെ അയക്കാൻ ശ്രമിക്കുക. ആ ഒരു ധൈര്യമായിരുന്നു നമ്മുടെ അച്ഛന്മാര് ഇന്നലെ അകത്തുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ അവരുടെ ഒപ്പമായിരുന്നു. ഇന്ന് പക്ഷേ പോലീസ് വളരെ സ്നേഹത്തോടുകൂടി പാമ്പ്ലാനി എഫക്റ്റാണെന്ന് തോന്നുന്നു. പാമ്പ്ലാനി പറഞ്ഞു എന്താ പറഞ്ഞ് കൂട്ടിച്ചേർത്ത് പിടിക്കാനോ അങ്ങനെ ചർച്ചയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചർച്ച തുടങ്ങുന്നത് ചുറ്റോട് ചുറ്റും ബാരിക്കേഡ് കെട്ടിയാണ് പുള്ളി തുടക്കം വെച്ചിരിക്കുന്നത്. ആ കൂട്ടിച്ചേർത്ത് പിടിച്ച് ജനിക്കാനാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും കൂട്ടിച്ചേർത്ത് പരിപാടികളൊക്കെ നമുക്ക് കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതിന്റെയൊക്കെ സത്യം നമുക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കഴിയുന്നുള്ള പേര് ഇന്നിവിടെ ഉണ്ടാവണം. നമ്മുടെ അച്ഛന്മാർക്ക് ബലം നൽകി ഇവിടെ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം, എന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ ഇനിയും ഉണ്ടായാൽ നിങ്ങളെല്ലാം ഞങ്ങൾ ബന്ധപ്പെടും. ഒരു വിളിക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തണമെന്ന് എല്ലാവരുടെയും പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് വിളിച്ചാൽ നിങ്ങൾ എത്തുമെന്നറിയാം. ഇന്നലെ നമ്മള് വലിയ മഹാസംഗമോ വലിയ എന്താ പറയാ റാലികളൊക്കെ നടത്തിയത് ആഴ്ചകളുടെ ഒരിക്കലോടുകൂടിയാണ്. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തെ ഒറ്റ മെസ്സേജ് കൊണ്ട് ആ സംഗമത്തിൽ പങ്കെടുത്ത പോലെ ജനങ്ങളുടെ ഒഴുകിയെത്തിയത് ഈ അച്ഛന്മാരോടുള്ള സ്നേഹമാണെന്ന് നമുക്കറിയാം. നിങ്ങൾ വരുമെന്നും അറിയാം. എങ്കിലും ഒരു അഭ്യർത്ഥന നേരത്തെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യഘട്ടമുണ്ടായാൽ ഒരു വിളിയുണ്ടായാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഓടിയെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ കടമ്പഴച്ചൻ മാത്രമേ ഇവിടെയുള്ളൂ. കടമ്പഴച്ചന് സ്വാഗതം പറഞ്ഞ കടമ്പഴച്ചനാണ്. കടമ്പഴച്ചന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ സംസാരിച്ച മുന്നാടച്ചൻ, നമ്മുടെ ഷൈജുവാനി, എല്ലാവരോടും രാജനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. എല്ലാവരോടും പ്രത്യേകിച്ച് 20 അച്ഛന്മാരും അവരുടെ കൂടെ നിൽക്കുന്ന 28 അച്ഛന്മാർക്കും ആ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് 25 പേരുടെ അകത്തേക്ക് നേരത്തെ ശരീരം പറഞ്ഞ പോലെ കുടിവെള്ളം പോലും കിട്ടിയിരുന്ന അത് പാമ്പ്ലാനി ഇങ്ങനെയൊക്കെ പാമ്പ്ലാനി വന്ന് പോയതിന്റെ പുറകെയാണ് കൈപ്പ് കൂട്ടിയത്. അപ്പൊ ഇവര് സ്നേഹിക്കാനാണോ ദ്രോഹിക്കാനാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ 21 വൈദികർക്കും അവരെ കൂടുതലായിരിക്കും 22 വൈദികർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഏറെ സന്തോഷം തോന്നുന്നത് ഇന്നലെ 2 ദൈവിക ഇടപെടലുകളാണ് നടന്നത്. 2 ദൈവിക ഇടപെടൽ. ഒന്ന്, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ആ CCTV ഫുട്ടേജ് പുറത്തു വന്നു. ആ CCTV ഫുട്ടേജാണ് പുറത്തു വന്നാണ് ഒന്നാമത്തെ ദൈവിക ഇടപെടൽ. രണ്ടാമത്തെ ദൈവിക ഇടപെടലാണ് നമ്മുടെ സന്യസ്തര്, നമ്മുടെ സഹോദരിമാര് നിർഭയം ഈ വേദിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ വൈദികർക്ക് സാക്ഷ്യം നൽകിയത് നമ്മുടെ സ്ഥിരത്തിന്റെ മുഖത്തേറ്റ കാരണത്തേറ്റ അടിയാണെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. നമിക്കുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാവരും വലിയ കൈകളുണ്ട്. നിങ്ങളാണ് കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഒത്തിരി വൈദികർ ഈ വേദനയിൽ സഹനവും ഏറ്റെടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉള്ളവരെ എല്ലാ വൈദികരെയും ഈ ഇതുപോലെയുള്ള എല്ലാ വൈദികരും കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാ വൈദികരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വൈദികരും അതാണ് എറണാകുളം ഒറ്റയ്ക്കല്ല. അങ്ങനെ നമ്മൾ അപ്പൊ ഇവിടെ വന്ന് എല്ലാ വൈദികരെയും ദൈവവും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് സമരം നടത്തിയാലും നമ്മോടൊപ്പം വരുന്ന ഒരു പാവപ്പെട്ട ഒരു വന്ധ്യ വയോധികനുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ അൽമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫാദർ ജോൺ കവലക്കാട്ട് അച്ഛൻ ഇന്നിവിടെ ഉണ്ടായിരുന്നു. ജോൺ കവലക്കാട്ട് അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഇതാണ് ധീരത, ഇതാണ് സഹനം, ഇതാണ് രക്തസാക്ഷിത്വം. ജീവിക്കുന്ന രക്തസാക്ഷി അജീബ് ഹൃദയത്തിന്റെ
സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ വാക്കില്, ഒരൊറ്റ വിളിയില്, ഒരൊറ്റ മെസ്സേജില് ആയിരങ്ങളാണ് എന്നോട് ഒഴുകിയിരിക്കുന്നത്. ആയിരങ്ങൾ. പക്ഷെ അയ്യച്ചേട്ടൻ നല്ലപോലെ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു കോൺസേർട്ട് എന്നോട് ചോദിച്ചു, ആരാ ഇവിടെ കൂടുതൽ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്, നിങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞു. അത് കാണിച്ചു തരാനുള്ള അവസരം 2 ദിവസം കൊണ്ട് അവർ ഭയങ്കരമെന്ന് വിചാരിച്ചില്ല. ഇന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും എറണാകുളം അങ്കമാലി അങ്ങനെയുള്ള ആരുടെ കൂടെയാണെന്ന് നിങ്ങളാണ് കാണിച്ചു കൊടുത്തത്. അൽമായ സുഹൃത്തുക്കളാണ് കാണിച്ചു കൊടുത്തത്. അൽമായ സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിന്റെ ഭാഷയില്, സ്നേഹത്തിന്റെ ഭാഷയില് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സാധിക്കുന്നവരെല്ലാവരും ഇവിടെ തുടരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമുക്കിടെ ശക്തി പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സന്യസ്തരും വൈദികരും അൽമായ സുഹൃത്തുക്കളും അവരെല്ലാവരും നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ ദൈവജനത്തിന് വേണ്ടി, ഈ സഭയിൽ നീതിയും സത്യവും നടപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവം അന്തിമ വിജയം നമ്മുടേതായിരിക്കും. നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരെയും വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.